ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിൽ സാധാരണമായി കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. നമ്മുടെ ജീവിതത്തിൽ 1 in 8, ദാറ്റ് ഈസ് 8 സ്ത്രീകളിൽ ഒരാൾക്ക് ജീവിതത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. ഇത്രയും കോമൺ ആയിട്ട് ഉള്ള ഒരു ക്യാൻസർ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് ഉണ്ടാക്കാൻ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. രോഗലക്ഷണങ്ങൾ എന്താണ്, നമ്മൾക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ മൊഡാലിറ്റീസ്, ഫോളോ അപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജെൻഡർ, നമ്മൾ ഫീമെയിൽസിലാണ്, സ്ത്രീകളിലാണ് കൂടുതൽ കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നത്. പക്ഷേ 100 സ്ത്രീകൾക്ക് ഉള്ള ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു മെയിൽ പാർട്ട്ണറിന് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഏജിൻ്റെ കാര്യത്തിൽ പണ്ടൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ പ്രായം കൂടിയ സ്ത്രീകളിലായിരുന്നു കണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റഡീസ് അനുസരിച്ച് 35 to 45 ഇയേഴ്സിൻ്റെ ഏജിലാണ് ഇപ്പോൾ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ആർത്തവത്തെ പറ്റി പറയുകയാണെങ്കിൽ, നേരത്തെ ആർത്തവം വരുന്ന പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം താമസിച്ച ആർത്തവം നിൽക്കുന്നവരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്, ഗർഭനിരോധക ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരിൽ പ്രൊലോങ്ഡ് യൂസ്, ഒരു 5 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പൊണ്ണത്തടി ഉള്ള ആൾക്കാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 5 to 10% നമ്മൾ ഒരു ഹെറിഡിറ്ററി, ദാറ്റ് ഈസ് ജെനറ്റിക്സിനും ഒരു റോളുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ അമ്മമാരിലോ ചേച്ചിമാരിലോ സിസ്റ്റേഴ്സിലോ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ഒരു 5 to 10% റിസ്ക് ഉണ്ട്. നമ്മൾ ഒരു 20 തൊട്ട് 39 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ മാസവും നടത്തുന്നത് നല്ലതാണ്. സ്ക്രീനിങ് പ്രൊസീജിയേഴ്സിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറിനെ കൊണ്ട് ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു മാമോഗ്രാം ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു മുഴ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡോക്ടറിനെ എത്രയും നേരത്തെ കണ്ടിട്ട് അതിൻ്റെ ഫർദർ ടെസ്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു ഡോക്ടർ നമ്മൾ അതൊരു കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ മാമോഗ്രാമോ നമുക്ക് ചെയ്യിക്കാം. യങ്ങർ ഏജ് ഗ്രൂപ്പ്, ഒരു 30-35 വയസ്സുള്ള ആളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട്, സോണോ മാമോഗ്രാമാണ് ചെയ്യുക. പിന്നെ 40 വയസ്സ് കഴിഞ്ഞാണെങ്കിൽ മാമോഗ്രാമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. അത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ FNAC, ബയോപ്സി, അങ്ങനെ ലംപെക്ടമി, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമുക്ക് റിസോർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതലും പേഷ്യൻസ് 3rd and 4th സ്റ്റേജിലാണ് കണ്ടുവരുന്നത്. അപ്പോഴേക്കും തന്നെ ഡിസീസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് സ്ക്രീനിങ് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് 1st and 2nd സ്റ്റേജസിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് പേഷ്യൻസിന് ബെറ്റർ ക്യൂർ ആൻഡ് ലോങ്ങർ ലൈഫ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും.